മന്ത്രിമാരെ മനസ്സിലാക്കുന്ന നഗരത്തിലെ വെള്ളക്കെട്ട് കുടിവെള്ള പ്രശ്നം നഗരസഭ വലിയ ചോദ്യങ്ങളിൽ നിർത്തിയ സംഭവങ്ങളാണ്. മന്ത്രിതല കൂടിക്കാഴ്ചയാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും പദ്ധതി രൂപീകരിച്ചിട്ടുണ്ടോ? അതായത് ഞങ്ങളുടെ ഭരണസമിതി വന്ന് ഈ കൃത്യമായിട്ട് ഈ വിഷയം പഠിച്ചതിന് ശേഷം ഞങ്ങൾ വളരെ നന്നായിട്ട് സമൂഹത്തോട് വ്യക്തമായിട്ട് പറഞ്ഞു. തിരുവനന്തപുരത്തെ അടിസ്ഥാന പ്രശ്നങ്ങളാണ് കുടിവെള്ള പ്രശ്നം, അതുപോലെ തന്നെ വെള്ളക്കെട്ട്. 6 മാസം കുടിവെള്ള പ്രശ്നമാണ്, അതിനുശേഷമുള്ള 3 മാസം വെള്ളക്കെട്ടാണ്. ഇപ്പോൾ ഡിസംബറിൽ ആരംഭിക്കുന്ന കുടിവെള്ള ക്ഷാമം അവസാനിക്കുന്നത് മെയ് മാസം അവസാനം ജൂണിൽ മഴ കിട്ടുമ്പോഴാണ്. അത് നേരെ വെള്ളക്കെട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ മേയറായതിനു ശേഷം ആദ്യം തന്നെ ശാശ്വതമായി ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ചേർന്ന് ഒരു സ്റ്റഡി നടത്തിയിരുന്നു. അതായത് ഇത് എല്ലാ വർഷവും ഈ പ്രശ്നം വരുമ്പോൾ നമ്മൾ കോടിക്കണക്കിന് രൂപ കോർപ്പറേഷനും സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ചിലവഴിക്കുന്നുണ്ട്. ജനങ്ങളുടെ ഒരുപാട് ഊർജ്ജം, ഉദ്യോഗസ്ഥരുടെ ഊർജ്ജമൊക്കെ ചിലവഴിക്കുന്നുണ്ട്. ഈ പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയത് തിരുവനന്തപുരത്ത് 1990കളിൽ വിഭാവനം ചെയ്ത ജലസേചന പദ്ധതിയാണുള്ളത്. അന്നിട്ട പൈപ്പുകളിലൂടെയാണ് ഇപ്പോഴും വെള്ളം വരുന്നത്. അപ്പോൾ അതിനേക്കാൾ ജനസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലീക്കേജ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അരുവിക്കരയിൽ നിന്നും വരുന്ന വെള്ളത്തിൻ്റെ അളവ് കൂട്ടണം. അതിന് മറ്റുള്ള മെക്കാനിസം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ലീക്കേജ് മാറ്റാനുള്ള സിസ്റ്റം ചെയ്യണം. ഇതിന് വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വമാണെങ്കിലും സംസ്ഥാന സർക്കാർ നേരിട്ട് ഇടപെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി വിവിധ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്ന പരിഹാരത്തിന് മാത്രമേ ഇത് ശാശ്വതമായി ഒരു നല്ല അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ഗവൺമെൻറ് ചുമതലയിൽ വന്ന് ബഹുമാനപ്പെട്ട മന്ത്രിമാരെയൊക്കെ തന്നെ അവർ മന്ത്രിമാരാകുന്നതിന് മുമ്പ് തന്നെ MLA-മാരായ ഉടൻ തന്നെയൊക്കെ സംസാരിച്ചിരുന്നു. വി മുരളീധരൻജി, രാജീവ് ചന്ദ്രശേഖരൻ സംസാരിച്ചിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി ചെയർ ചെയ്യുന്നൊരു യോഗം ഇന്ന് വിളിച്ചത്. അതിൽ തിരുവനന്തപുരത്തു നിന്നുള്ള 2 മന്ത്രിമാർ, ബഹുമാനപ്പെട്ട ശ്രീ കെ മുരളീധരനും അതോടൊപ്പം തന്നെ ജില്ലയുടെ ചാർജുള്ള ശ്രീ CP ജോണും പങ്കെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ സെക്രട്ടറിയും സൂപ്രണ്ടൻറ്റിനും ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട വകുപ്പുകളിലൊക്കെ തന്നെ ജലസേചന വകുപ്പിൻ്റെ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരുന്നു. ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു. ഈ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വെള്ളക്കെട്ടും നഗരത്തിലെ കുടിവെള്ള പ്രശ്നവും പരിഹരിക്കുന്നതിനുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്തു. ഷോർട്ട് ടേം പദ്ധതികൾ, അതായത് ഇപ്പോൾ നഗരത്തിൽ പല വാർഡുകളിലും വെള്ളം കിട്ടുന്നില്ല. അത് ബഹുമാനപ്പെട്ട ജില്ലാ ചാർജുള്ള മന്ത്രി ശ്രീ CP ജോൺ കൃത്യമായിട്ട് അവതരിപ്പിച്ചു. കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങൾ പറഞ്ഞു. അവിടെയൊക്കെ തന്നെ ഏത് ദിവസമാണ് വെള്ളക്ഷാമം ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്നുള്ളത് നോക്കിയിട്ട് നേരത്തെ തന്നെ വാട്ടർ അതോറിറ്റി ഞങ്ങൾക്ക് കോർപ്പറേഷൻ സർക്കുലർ തരും. കോർപ്പറേഷന് വാട്ടർ അതോറിറ്റി സർക്കുലർ തരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശങ്ങൾ ഞങ്ങൾ നേരത്തെ തന്നെ ടാങ്കറുകൾ, ഇപ്പോൾ രാവിലെ പത്രത്തിലൂടെ വായിക്കുമ്പോഴാണ് ഞങ്ങളും പലപ്പോഴും അറിയുന്നത്. അതുകൊണ്ട് തന്നെ നാളെയോ മറ്റന്നാളോ ഒക്കെ വെള്ളക്ഷാമം ഉണ്ടാവാൻ സാധ്യതയുള്ള വാർഡുകളെക്കുറിച്ച് ഞങ്ങൾക്ക് നേരത്തെ തന്നെ സർക്കുലർ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെയൊക്കെ തന്നെ ടാങ്കറുകൾ നേരത്തെ പ്രൊവൈഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു ഷോർട്ട് ടേം പദ്ധതികളെന്നുള്ള നിലയ്ക്ക് വെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ശ്രീകണ്ഠേശ്വരം ഭാഗത്ത് വെള്ളമില്ല. ലോങ് ടേം പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് അരുവിക്കര ഡാമിൻ്റെ ഹൈറ്റ്, അതിൻ്റെ കപ്പാസിറ്റി ഉയർത്താനുള്ള ഒരു പെർമിഷൻ വാങ്ങേണ്ടതായിട്ടുണ്ട്. അതിന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായിട്ട് സംസാരിച്ച് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, നിയമപരമായ കാര്യങ്ങൾ. അക്കാര്യങ്ങളിൽ ഒരുമിച്ച് ഇടപെടുന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ചർച്ച നടത്തി. അതിൻ്റെ തീരുമാനം അടുത്ത ദിവസങ്ങളിലുണ്ടാകും. അതോടൊപ്പം തന്നെ മാവിളക്കടവ്, നമ്മുടെ നെയ്യാറ്റിക്കര ഭാഗത്ത്, അവിടെയും വെള്ളായണിയിലും നിന്ന് വെള്ളം ശേഖരിക്കാൻ സാധിക്കുമോ, ശേഖരിച്ച് ശുദ്ധീകരിച്ച് ആ ഭാഗങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കുമോ, ലീക്കേജുള്ള പൈപ്പ് ലൈനിലൊക്കെ തന്നെ എന്ത് റെക്ടിഫിക്കേഷൻ നടത്താം, ഇക്കാര്യങ്ങളിൽ വീണ്ടും ആലോചന നടത്തി കേന്ദ്ര സർക്കാരിനെ സമീപിക്കേണ്ട. കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് നമുക്കിതിന് ആവശ്യമാണ്, പദ്ധതികൾ ആവശ്യമാണ്. അതിന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ശ്രീ വി മുരളീധരൻജി, അതോടൊപ്പം തന്നെ വിൻസെൻറ്റ്, ഇവർ 3 പേരുമാണ് കോർപ്പറേഷനിൽ വരുന്ന മറ്റ് MLA-മാർ. അവരെ ഉൾപ്പെടെ ചേർത്തുകൊണ്ടുള്ള ചർച്ചകൾ നടത്തുവാനും കേന്ദ്ര സർക്കാരിനെയൊക്കെ സമീപിക്കുവാനും വേണ്ടി ആലോചിക്കുന്നുണ്ട്. ഇന്ന് നടന്ന ഈ ചർച്ചകൾ തുടരും. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ കോർപ്പറേഷൻ പറഞ്ഞിരുന്നു, കോർപ്പറേഷൻ്റെ റോഡുകളുടെ സമീപത്തുള്ള കോർപ്പറേഷൻ്റെ ചുമതലയുള്ള ഓടകൾക്ക് പുറമേ പാർവതി പുത്തനാർ ഇൻലാൻഡ് നാവിഗേഷൻ്റെ ഉത്തരവാദിത്തത്തിലാണ്. ആമയിഴഞ്ചാൻ തോട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. PWD, റെയിൽവേ, അതുപോലെ തന്നെ KRFB, സ്മാർട്ട് സിറ്റി, ഇവരുടെയൊക്കെ തന്നെ ഓടകളും റോഡുകളും NHAI റോഡുകളിലും വെള്ളം കെട്ടുന്നുണ്ട്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ തന്നെ തലവന്മാരുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി നേതൃത്വം കൊടുത്തുകൊണ്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും ഈ വിഷയം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി യോഗം ചേരും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ ആമയിഴഞ്ചാൻ തോടിൽ നിന്ന് മാലിന്യം മാറ്റിയപ്പോൾ ഒരു 8 ലോഡ് മാലിന്യമാണ് പ്ലാസ്റ്റിക് വേസ്റ്റായിട്ടൊക്കെ അങ്ങ് കിട്ടിയത്. ബാക്കി ഒരു 180-160 ലോഡ് മാലിന്യം എന്ന് പറയുന്നത് 10-15 വർഷം കൊണ്ട് അടിഞ്ഞുകൂടിയ മണലാണ്. ഇത് സമയാസമയം മാറ്റാത്തത് കൊണ്ടാണ് വെള്ളം ഒഴുകേണ്ട സ്ഥലത്ത് മണലടിഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെയാണ് വെള്ളപ്പൊക്കം വരുന്നത്. അത് ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ആ വസ്തുതകൾ ശരിവച്ചു. അപ്പോൾ ഇക്കാര്യങ്ങൾ പരിഹരിക്കുവാനും പെർമനൻറ്റ് സൊല്യൂഷൻ കണ്ടെത്തുവാനും വേണ്ടി ബഹുമാനപ്പെട്ട ജലസേന വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായിട്ട് യോഗങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ യോഗം ചേരുവാനും
അതിൻ്റെ കണ്ടിന്യൂസ് പ്രോസസ്സ് നടത്തുവാനും തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അല്ല, ലീക്കേജ് ഉള്ളതൊക്കെ അവർ പണി നടക്കുകയാണെങ്കിലേ ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഇടപെട്ട് തന്നെ ഇന്ന സ്ഥലത്ത് പ്രവർത്തനം നടത്തണം, അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് നേരത്തെ അറിയാൻ സാധിക്കുമല്ലോ. ഏതെങ്കിലും സ്ഥലത്ത് എയർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷേ നേരത്തെ അറിയാൻ സാധിക്കും. ആ അറിയുന്നതൊക്കെ തന്നെ ഉടൻ തന്നെ ഞങ്ങൾക്ക് സർക്കുലർ തന്നാൽ ഞങ്ങൾ ടാങ്കർ നേരത്തെ തന്നെ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. അങ്ങനെ സാധിക്കുന്ന കാര്യങ്ങൾ നേരത്തെ ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആലോചന നടത്തിയതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് 1.5 മാസം മുമ്പ് തന്നെ പല ഡ്രെയിനുകളും വൃത്തിയാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഇനിയും ഇതൊരു തുടർ പ്രക്രിയ, ഒരു നന്നായിട്ട് ഇത് പരിഹരിക്കപ്പെടുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് ഉദ്യോഗസ്ഥരുടെ യോഗം ചേരണം, മന്ത്രിതലത്തിലും കോർപ്പറേഷൻ തലത്തിലും യോഗം ചേരണം, ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഫണ്ട് കൊണ്ടുവരണം. അങ്ങനെയുള്ള ഒരു കളക്റ്റീവ് ഒരു എഫർട്ടിലൂടെ എല്ലാ വകുപ്പുകളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കോർപ്പറേഷൻ ഉൾപ്പെടെ നേതൃത്വം കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിമാർ ഉൾപ്പെടെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുവാനുള്ള കാര്യങ്ങളാണ് കോർപ്പറേഷൻ സംസ്ഥാന സർക്കാരും വിവിധ ഡിപ്പാർട്ട്മെൻറ്റും ചേർന്നുകൊണ്ട് ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല റിസൾട്ട് സമൂഹത്തിന് പ്രതീക്ഷിക്കാം. അക്കാര്യങ്ങൾ ആ സമയത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നയമായിരുന്നു. അതിൽ നയം വ്യക്തമാക്കേണ്ട സംസ്ഥാന സർക്കാരാണ്. അല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തിലോട്ട് വരാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ? KSRTCയുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. KSRTCയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രാഥമിക ചർച്ച ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ട് നടത്തി. വരും ദിവസങ്ങളിൽ അവരിപ്പോൾ ഒരു വലിയൊരു പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുകയാണല്ലോ. ഗവൺമെൻറ് ഒരു വാഗ്ദാനം നടപ്പിലാക്കാനുള്ള വലിയൊരു പ്രക്രിയ ഏർപ്പെട്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ ചർച്ച തുടരും. ഞങ്ങൾ ഇന്ന് പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾ ഇന്ന് നടത്തി. ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ട് പ്രാഥമിക ചർച്ചകൾ നടത്തി. അപ്പോൾ അതിൻ്റെ തുടർ ചർച്ചകൾ KSRTCയും ഗതാഗത വകുപ്പ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ ഗവൺമെൻറ് ഒരു അവർ പ്രഖ്യാപിച്ച ചില കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ ചില കൂടിയാലോചനകളിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ചർച്ചകൾ തുടരും. കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ തുടരാമെന്ന് മന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, പോലീസിൻ്റെ റിപ്പോർട്ട് പോലീസ് കൊടുക്കും. മേയർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞു. അക്കാര്യങ്ങളിലൊക്കെ ഇന്നലെ ക്ലിയർ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയട്ടെ. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമത്തിൻ്റെ രീതിയിൽ നടക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങൾ ഇന്നലെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയട്ടെ, ഒരു വിഷയത്തിൽ 2 തവണ ഡൽഹിയിലും തിരുവനന്തപുരത്തും മാധ്യമപ്രവർത്തകരെ കണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. ഇനി സിറ്റുവേഷൻ മാറട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ പ്രതികരിക്കുക. ഈ വിഷയത്തിൽ അതൊക്കെ ഞാൻ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് നടക്കും. പിന്നെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇന്നലെ രാത്രി കണ്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തോട് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുകയും എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് നടക്കും. ആ വിഷയം കഴിഞ്ഞു. ആ വിഷയത്തിൽ പറയേണ്ട കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. ഇന്നലെ പറഞ്ഞു അതിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഡൽഹിയിൽ ഒരു 40 മിനിറ്റും തിരുവനന്തപുരത്ത് നിങ്ങൾ ആവശ്യപ്പെട്ട സമയം ഇന്നലെ ഈ വിഷയത്തിന് വേണ്ടി മാത്രം പറഞ്ഞു. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ബാക്കി കാര്യങ്ങൾ സാഹചര്യങ്ങൾ ഞാനൊന്ന് പറയട്ടെ. ഇന്നലെ രാത്രി ഞാൻ നിങ്ങളോട് സംസാരിച്ച് പിരിയുമ്പോഴുള്ള സാഹചര്യത്തിൽ നിന്നും വ്യത്യാസമൊന്നും വന്നിട്ടില്ല. സാഹചര്യത്തിൽ വ്യത്യാസം വരുമ്പോഴേക്കും ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ കാര്യം. ഞാനൊന്ന് പറയട്ടെ. ഇന്ന് വന്നത് മന്ത്രിമാരുമായിട്ട് നഗരത്തിൽ 2 കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയോട് KSRTCയുമായിട്ട് ബന്ധപ്പെട്ട് കോർപ്പറേഷൻ്റെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനുമാണ്. അത് കഴിഞ്ഞു. അത് നിങ്ങളോടും പറഞ്ഞു. മറ്റു കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം പറഞ്ഞു. ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നലെ 2 തവണ ഒരു വിഷയത്തിൽ നിങ്ങളെ കണ്ട് അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാഹചര്യം മാറുന്ന സമയത്ത് ആവശ്യമാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.